അബേലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒരു മീൻകറിയാണ് കേട്ടോ. മീൻകറിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം, എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി നിങ്ങളെ കാണിക്കാനാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കഴുകി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ചാളമീൻ കിട്ടി കേട്ടോ. പിന്നെ പൊടികളും നേരത്തെ എടുത്തങ്ങ് വെച്ചേ, അല്ലെങ്കിൽ പിന്നെ എണ്ണ ചൂടായിട്ട് ഇതൊക്കെ തുറക്കാൻ പോകുമ്പോഴേക്കും ഒക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒക്കെ നേരത്തെ അങ്ങ് എടുത്ത് വെച്ചേട്ടോ. അങ്ങനത്തെ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. ഈ കറിവേപ്പില ഞാൻ കുറേ കഷ്ടപ്പെട്ടൊന്ന് പിടിപ്പിച്ചെടുക്കും കേട്ടോ. എന്താണെങ്കിലും എനിക്കിപ്പോൾ നന്നായിട്ട് പിടിച്ച് കിട്ടി കേട്ടോ. നമ്മുടെ വീട്ടുമുറ്റത്തെ കറിവേപ്പിലാണ് ഞാൻ ഇപ്പോൾ കറിക്കിട്ടത് കേട്ടോ. അതൊരു സന്തോഷമാണ് കേട്ടോ, നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായത് ഇടുമ്പോഴേ. പിന്നെ ഞാൻ ഒഴിച്ചേക്കുന്നത് നമ്മുടെ തവിടെണ്ണയാണ് കേട്ടോ. പിന്നെ ഇത് മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു. മുളക് പൊടി സാധാ മുളകും കാശ്മീരി മുളകും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ഞാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എരി കിട്ടും, എന്നാൽ അധികം എരി ആവുകയില്ല. കറിയുടെ ചാറ് കുറുകുറുത്തിരിക്കുകയും ചെയ്യും, നല്ല കളറും കിട്ടും. അങ്ങനെ പൊടിയുടെ പച്ചമണം മാറണ വരെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോണത് ഒരു ചെറിയൊരു കുഞ്ഞ് സ്പൂണ് ഉലുവാപ്പൊടിയാണ് കേട്ടോ. ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ കടുക് പൊട്ടിക്കുമ്പം ഉലുവ ഇട്ട് കടുക് പൊട്ടിച്ചാലും മതി. പിന്നെ കായപ്പൊടി ചേർക്കുമ്പോഴാണ് നമുക്കൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഈ കായപ്പൊടിയൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കായപ്പൊടിയൊക്കെ ഓപ്ഷണലാണ്. ഞാൻ പക്ഷേ ഇപ്പോൾ എപ്പോഴും കറി ഉണ്ടാക്കുമ്പം കായപ്പൊടി ഇടാറുണ്ട് കേട്ടോ. കായപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ. 1-2 ദിവസത്തേക്ക് മാത്രം വെക്കുന്ന കറിയാണെന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർക്കുകയാണെങ്കിൽ കറി കുറുകി കിട്ടുവേ. അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് പച്ചമണം മാറി കിട്ടിയിട്ടുണ്ട്, ഒന്ന് കുറുകി വന്നിട്ടുണ്ടേ. അതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ മീൻ കിടക്കുന്ന ഒരു ലെവൽ അനുസരിച്ച് എൻ്റെ ഒരു പുളിവെള്ളം ഒഴിച്ചു കൊടുത്ത ആ ഒരു ബൗളിന് വീണ്ടും ഒരു 2 ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. അത് കറക്റ്റായിരിക്കും, ആ മീൻ മുങ്ങാൻ പാകത്തിന് വെള്ളമായിരിക്കും കേട്ടോ. അത് ചിലപ്പോൾ ഞാൻ ആദ്യമേ മീൻ ഇട്ടിട്ട് പിന്നെയൊക്കെ വെള്ളം ഒഴിക്കുക, ചില സമയത്ത് വെള്ളം ഒഴിച്ചിട്ട് മീനിടും കേട്ടോ. ഇപ്പം ഞാൻ പുളിവെള്ളം ഒഴിച്ച് വെള്ളം മാത്രം ഒഴിച്ചോളെ. അപ്പോൾ അത് കിടന്ന് തിളച്ചതേ ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നന്നാക്കി കഴുകി പീസാക്കി വെച്ചേക്കുന്ന ചാളമീൻ ഇട്ട് കൊടുക്കാമേ. ഇപ്പോൾ സ്ഥിരമായിട്ട് ഇഷ്ടംപോലെ ചാളമീൻ കിട്ടാറുണ്ട്, പക്ഷേ എപ്പോഴും നമുക്ക് നല്ല ചാള കിട്ടത്തില്ല. ഞങ്ങൾക്ക് വൈകിട്ട് ഇവിടെ ഫ്രഷ് മീൻ കിട്ടാറ് കേട്ടോ. എന്നും വൈകിട്ടാണ് മീൻ കിട്ടാറേ. പക്ഷേ നമുക്ക് ചില സമയത്ത് ചാളയ്ക്ക് രുചി ഉണ്ടാവില്ല, ചില സമയത്ത് നല്ല രുചിയായിരിക്കും. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന ചാള നല്ല രുചിയുണ്ട്, നല്ല നെയ്യുള്ള ചാളയാണ് കേട്ടോ. നെയ്യുള്ള ചാളയ്ക്ക് പ്രത്യേക രുചി ഉണ്ടാവുമല്ലോ. പുളിവെള്ളം എടുത്ത ബൗളിൽ തന്നെ 2 ബൗൾ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ ഒരു ചാറെല്ലാം കൂടെ വീണ്ടും ഞാൻ ആ മീനിൻ്റെ മേലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കുന്നോളെ. പിന്നെ ഞാൻ മൂടിയൊക്കെ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടെ കേട്ടോ. നമ്മുടെ മീൻകറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് മീൻ പൊടിഞ്ഞു പോകാത്ത രീതിയിൽ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഓഫ് ചെയ്ത് കേട്ടോ. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ടേ. നല്ല കളറും ഉണ്ട്, കറി നല്ല കുറുകുറുത്തിരിക്കുന്നത്. മീൻ നല്ല രുചിയുള്ള മീനായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.